ഹലോ മച്ചന്മാരെ, അപ്പോൾ നമ്മൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമയം പോകുമ്പോഴേക്കും സൗരം എന്ത് ചെയ്തു എന്നാൽ പിന്നെ സ്ക്രീൻ കാർഡ് മാറ്റാണ്ട് മൂപ്പര് ഫോണിന്റെ സ്ക്രീൻ കാർഡ് മാറ്റുക. മൂപ്പർക്ക് ചെയ്യാൻ അറിയില്ലെങ്കിലും മൂപ്പര് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം ഓർത്തത്, നമ്മൾ സ്റ്റാർട്ടർ ആയിട്ടൊന്നും കഴിച്ചിട്ടില്ലാണ്ട് എന്നാൽ പിന്നെ കുറച്ച് ഗുഡ് ബിസ്ക്കറ്റ് എടുത്ത് നമ്മൾ മൂപ്പര് പിന്നെ കുറച്ചൊരു ഉച്ചമയക്കത്തിലായിരുന്നു. നമ്മൾ പിന്നെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് മെല്ലെ മെല്ലെ എൻജോയ് ചെയ്തിട്ട് യാത്ര ചെയ്യുന്നു. അവസാനം മണിക്കൂറുകൾ നീണ്ടൊരു യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിരിക്കുക. വേറെ എവിടെയല്ലോ വാരിങ്ടൺ. സൂര്യനാണെങ്കിലോ നമ്മളെ കൊല്ലാനുള്ളത് ദേഷ്യം നമ്മുടെ അടുത്ത്. എന്ത് ചെയ്യാനാ? അങ്ങനെ സ്റ്റേഷനിലെത്തി പെരുവഴിയായിട്ടിരിക്കുകയാണ് നമ്മൾ. എങ്ങടെ പോണ്ടിന്ന് അറിയാത്ത ഒരു വഴി. വീഡിയോ എടുക്കുന്ന മൂപ്പര് പറയും പറഞ്ഞിട്ടെടുക്കണ്ടേ പറയും. പറഞ്ഞിട്ടെടുക്കുന്ന ഇതുപോലത്തെ ഓരോരോ പോസുകളും എന്തൊക്കെ കാണണല്ലേ. അവസാനം നമ്മളെ കൂട്ടാൻ വേണ്ടി നമ്മുടെ അളിയനും കൂട്ടുകാരും കൂടി വന്നു. എന്നാൽ പിന്നെ അളിയനത് 100-110 പഠിക്കാൻ പറഞ്ഞപ്പോൾ നേരെ വീടെത്തി. കുറെ കാലത്തിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് പോണത്. കുറെ ദൂരമുള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാം. ഇതൊക്കെ നമ്മൾ വരുന്ന പറഞ്ഞപ്പോൾ നമ്മളെ കാണാൻ വന്ന ഫാൻസ് ആണ്. യൂട്യൂബർ പറഞ്ഞപ്പോഴേ നമുക്ക് എന്ത് വില അറിയും. ബെസ്റ്റ് കൊണ്ട് കുറച്ച് ബ്രെഡും കുറച്ച് മുട്ടയെടുത്ത് നമ്മൾ അടിച്ച്. അതിനുശേഷം നമ്മളെ അവിടുത്തെ ഒരു വേലക്കാരനാക്കി അവര്. സൗരവ് പിന്നെ ഷെഫ് ആയതുകൊണ്ട് ഓനടുത്ത് വരെ ഒന്നും ചെയ്യാൻ പറ്റും. അതിനിടെ കൂടെ അളിയനും ചേച്ചി കൂടി ഒരു ഡിസ്കഷൻ. വേറെ ഒന്നും ഇല്ല കേട്ടോ, ഫുഡ് മൊത്തം പുറത്തെടുത്ത് വെക്കേണ്ട ഇവന്മാരെല്ലാം അടിച്ചു തീർക്കുന്നതാണ് അവര് പറയുന്നത്. നമുക്ക് പിന്നെ വിശപ്പില്ലാത്തത് കൊണ്ട് നമ്മൾ പിന്നെ ഡയറ്റിലായതുകൊണ്ട് കുറച്ച് കഴിക്കും. നമ്മൾ വരിക എന്ന് പറയുമ്പോൾ ചേച്ചി നല്ല ബീഫ് വരട്ടിയത് നല്ല ബിരിയാണി ഉണ്ടാക്കി തരാൻ പറഞ്ഞു. എന്നാൽ പിന്നെ അത് എങ്ങനെയാ നോക്കട്ടെ പറഞ്ഞു. വീട്ടിലാകുമ്പോൾ അടുക്കളയിലും കൂടി കയറാത്ത ആളായി. ഇപ്പൊ കുക്കിംഗ് ഒക്കെ പഠിച്ചു. ഇപ്പൊ അടിപൊളിയാ, ഷെഫായിട്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാം കൂടി എടുത്ത് വായിലിടാൻ തോന്നുന്നുണ്ട്. പക്ഷേ ചേച്ചി പറഞ്ഞു തൊട്ട നിന്റെ കൈ ഒട്ടും പറഞ്ഞു. ഇതാണ് നമ്മുടെ ബിരിയാണി. നല്ല നാട്ടിലത്തെ ബിരിയാണി പോലത്തെ ലുക്കില്ലേ, നല്ല ബിരിയാണി. അതിലുള്ള ഒരു പുഴുങ്ങിയ മുട്ടി നല്ലൊരു ലൈം ജ്യൂസ് കൊണ്ട് അടിച്ചു തന്നു. വരവേൽപ്പ് എന്തായാലും നല്ല ഗംഭീരമായിരുന്നു. നല്ല ഭക്ഷണം കിട്ടി. എന്തൊക്കെ പറഞ്ഞാലും ഫുഡ് നല്ല ഗംഭീരമായിരുന്നു കേട്ടോ. ഇനി എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുമായിരിക്കും. ബൈ 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 ബൈ.